പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ. എന്തൊരു മനോഹരമായിട്ടുള്ള വരികളാണ് ആലോചിക്കുക. ഇതിനകത്തൊരു മുസ്ലിം ബിരുദതയും കൊണ്ട് അത് കാണാതിരിക്കണ്ട. ഈ പാട്ട് എഴുതിയ ആള്, പാട്ട് പാടിയ അപ്പം അങ്ങനെ ഒരു മുസ്ലിം ബിരുദ ഇവിടുത്തെ ഒരു ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ഒരാളും ഒരു അയ്യപ്പ വിശ്വാസിയും ആരും തന്നെ ഇത് മതവികാരം മരണപ്പെടുത്തിയെന്നോ മതവികാരത്തെ ബാധിച്ചെന്നോ ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. തോറ്റു എന്ന ഒറ്റ കാരണം കൊണ്ട് ആ തോൽക്കൻ്റെ ആഘാതം ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് ചെന്ന് സൃഷ്ടിക്കുന്ന ആപത്തുകൾ, ആ ആപത്തിൽ കേരളമാണ് വീഴാൻ പോണത്. അതായത് നമ്മളെപ്പോഴും ഇത് കേരളമാണെന്ന് പറയാം, ഈ കേരളമാണ് വീഴാൻ പോകുന്നത്. നമ്മുടെ സംസ്കാര രാഷ്ട്രീയത്തെ ഊർജ്ജവൽക്കരിക്കാനും അത് ഈ നമ്മുടെ വളരെ ഫ്യൂഡൽ പാരമ്പര്യത്തിന് ശക്തിയുക്തം പോരാടിയും അതിന് ഉപയോഗിച്ചിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് ഈ മതസ്പർദ്ധയായിട്ട് പാരഡി ഗാനം ഉപയോഗിക്കുമ്പോൾ എവിടേക്ക് എത്തി? ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ എത്തി? വിചിത്രമായൊരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒരു പാരഡി പാട്ട് കോടതി കയറുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. ഇതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. പോറ്റിയെ കേറ്റിയെ എന്നുള്ള ഇതിനകം ജനപ്രിയമായ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ പ്രചാരം നേടിയ, UDFൻ്റെ വിജയത്തിന് കാരണമായി എന്ന നിലയ്ക്കൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു പാട്ട്, ആ പാട്ട് പാരഡി അവതരിപ്പിച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ കോടതിയിലേക്ക് കയറാൻ പോവുകയാണ്. ഒരു പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സൈബർ സെല്ലിന് കൈമാറിയെന്നാണ് അറിയിക്കുന്നത്. മാത്രമല്ല ഈ വിഷയത്തിൽ അയ്യപ്പൻ്റെ ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ്, അതുകൊണ്ട് കേസെടുക്കണമെന്നാണ് CPMൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പാരഡി ഗാനം നിയമ നടപടികളിലേക്കും കോടതികളിലേക്കും ഒക്കെ പോകുന്ന സാഹചര്യമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം സാംസ്കാരിക വിമർശകനും എഴുത്തുകാരനുമെല്ലാമായ ദാമോദർ പ്രസാദ് ഉണ്ട്. ദാമോദർ പ്രസാദ്, എന്ത് തോന്നുന്നു ഈ പാരഡി? സുനിൽ, ആദ്യം ഞാൻ ഈ ഗാനത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ആ രണ്ട് പേരൊന്ന് പാടട്ടെ. ഞാൻ വലിയ പാട്ടുകാരനല്ല. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ. എന്തൊരു മനോഹരമായിട്ടുള്ള വരികളാണ് ആലോചിക്കാൻ. കാര്യം നമ്മുടെ കേരളം ചർച്ച ചെയ്തൊരു രാഷ്ട്രീയ വിഷയമാണ്. സ്വർണം ശബരിമലയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട വിഷയം, സ്വർണ്ണപ്പള്ളിയിൽ മോഷ്ടിക്കപ്പെട്ട വിഷയം രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. അതൊരു മതപരമായ വിഷയമല്ല. കാര്യം മോഷണത്തിൻ്റെ വിഷയമാണ്. ശരിയാണ്, ശബരിമല ഭഗവാന്റെ സ്വത്താണ്, അത് അവിടുത്തെ അയ്യപ്പൻ്റെ സ്വത്താണ്, ദേവസ്വത്തിൻ്റെ സ്വത്താണ്, അത് വിജയമല്യ കൊടുത്ത ഇതാണ്. ഇതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അവിടുത്തെ ദേവസ്വം ബോർഡ്, അതിൻ്റെ പേരിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ്, 2 പ്രസിഡന്റുമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഹൈക്കോടതി നിന്ന്. അപ്പോൾ രാഷ്ട്രീയ വിഷയമായിരുന്നു. ആ രാഷ്ട്രീയ വിഷയം ചർച്ച ചെയ്യാൻ നമ്മുടെ എല്ലാ കാലത്തും കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ എല്ലാ കാലത്തും പാരഡി ഗാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് വളരെ ജനപ്രിയമായ ഒരു പാരഡി പാട്ടായിരുന്നു. വീരമണി 55 വർഷം മുമ്പോ മറ്റോ പാടിയ ഒരു പാട്ട്. അതെ, ആ പാട്ട് ശബരിമല ഭക്തന്മാരെല്ലാം പാടുന്ന പാട്ടുമാണ്. ആ ഭക്തന്മാർ പാടുന്ന പാട്ടിന് ട്യൂണാണ് അതിൻ്റെ അകത്ത്. പാരഡി ട്യൂണാണ്, അതിൻ്റെ അകത്ത് ലിറിക്സ് അല്ല. അതിലൊരു അംശം പോലും ഒരു ദൈവത്തെ നിന്ദിക്കുകയോ അയ്യപ്പനെ നിന്ദിക്കുകയോ അവഹേളിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പകരം ഇത് ഈ അയ്യപ്പ വിശ്വാസികൾക്കിടയിൽ വാസ്തവം പറയുകയാണെങ്കിൽ അത് ഒരു പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ വിഷയം, ഈ സ്വഭാവം, ഈ സ്വർണ്ണമോഷണത്തിൻ്റെ ഒരു യഥാർത്ഥ സ്വഭാവത്തെ വേറെ രീതിയിൽ മനസ്സിലാക്കാനുള്ളൊരു ഇതും കൂടിയായിരിക്കാം. എനിക്ക് തോന്നുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സുനിലിൻ്റെ അകത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നെ അത്ഭുതപ്പെടുത്തി. രാജു എബ്രഹാമിൻ്റെ പത്രസമ്മേളനം കേട്ടിരുന്നു. CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിൻ്റെ പത്രസമ്മേളനത്തിൽ മതസ്പർദ്ധ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2 നൂറ്റാണ്ട് ചരിത്രത്തിൽ ഒരു മതവികാരം വ്രണപ്പെടുത്തിയ ആദ്യമായിട്ടായിരിക്കും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അതിന് സംസ്ഥാനത്തോട് അംഗീകാരം ഉണ്ടാവും പറയേണ്ട. ഇതിൽ പരം എങ്ങനെയാണ് ഒരു അധപ്പതിക്കാതിരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ഇതിൽ പരം അധപ്പതന്നെ. കാര്യം മതവികാരം വ്രണപ്പെടുത്തിയെന്ന് ഇന്ന് ഹിന്ദുത്വവാദികളും സകലരും പറയുന്ന ഈ സാധനം, ഈ വർഗീയവാദികൾ പറയുന്ന ഈ കാര്യം, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ജനറൽ സെക്രട്ടറി, ഒരു BJPയുടെ ജില്ലാ സെക്രട്ടറി അല്ല, BJPയുടെ ജില്ലാ സെക്രട്ടറി അല്ല, അത് അയ്യപ്പന് പറയുമ്പോൾ എത്രമാത്രം അധപ്പതിച്ചു, നമ്മുടെ രാഷ്ട്രീയത്തോളം തീർന്നിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ എത്തി? അതായത് സമൂഹത്തെ ഇങ്ങനെ വർഗീയവൽക്കരിക്കാൻ, പച്ചയായി ഹിന്ദു വർഗീയവൽക്കരിക്കാൻ. ഇത് പഴയ മൃദുഹിന്ദുത്വമല്ല, വർഗീയവൽക്കരണത്തിൻ്റെ ദിശയിലേക്കൂടെ CPM സഞ്ചരിക്കുകയാണ്. വേറൊരു കാര്യം സുനിലിനെ ശ്രദ്ധിക്കണം. ഈ വർഗീയവൽക്കരണത്തിന് വേറൊരു കാര്യങ്ങളുണ്ട്. ഈ പാട്ട് ഇവരെ ഷോക്ക് ചെയ്തുകൊണ്ട് ശരി തന്നെയാണ്. ഇലക്ഷന് തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടാകും, ഇവരെ CPM ഞെട്ടിച്ചിട്ടുണ്ടാകും. ഇതിനകത്തൊരു മുസ്ലിം ബിരുദതയും കൊണ്ട് അത് കാണാതിരിക്കണ്ട. ഈ പാട്ട് എഴുതിയ ആള്, പാട്ട് പാടിയ അപ്പം അങ്ങനെ ഒരു മുസ്ലിം ബിരുദ ഇവിടുത്തെ ഒരു ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ഒരാളും ഒരു അയ്യപ്പ വിശ്വാസിയും ആരും തന്നെ ഇത് മതവികാരത്തെ മരണപ്പെടുത്തിയെന്നോ മതവികാരത്തെ ബാധിച്ചെന്നോ ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. ഇനി പറയാനും പോകണില്ല. കാര്യം CPM സാമാന്യ ബുദ്ധി ഇല്ലാത്തവരല്ലോ. ഒരു ഹിന്ദു സംഘടനയും പറയാനുള്ള സാധ്യതയില്ല. ഇനി ഇവർ കുത്തിയിളക്കി പറയിപ്പിക്കും എനിക്കല്ല. പക്ഷേ സാമാന്യ ബോധമുള്ള ഒരു വിശ്വാസിയും ഇത് പറയില്ല. കാര്യം പാരഡി ഗാനങ്ങൾ ചരിത്രമുണ്ട്. ഇപ്പോൾ അയ്യപ്പനെ അവഹേളിക്കുക, വിശ്വാസങ്ങളെ നേരത്തിൽ ബാധിക്കുക, ആ മട്ടിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിന് പ്രതികരണം ഉണ്ടായിരുന്നു. പക്ഷേ CPM തന്നെ ഒരു വർഗീയ, ഇത് നിങ്ങൾ ആലോചിക്കുക, ഇതൊക്കെ കാഫിർ എന്ന് പറയുന്ന വടകരയിലെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ട്രെൻഡിൻ്റെ അതേ തുടർച്ച.
എന്ന് വെച്ചാൽ സമൂഹത്തെ ഏതെങ്കിലും രീതിയിൽ വർഗീയവൽക്കരിക്കുക, മുസ്ലിം വിരുദ്ധ പ്രചരിപ്പിക്കുക ആസൂത്രിതമായിട്ട്. ഇത് വെള്ളാപ്പള്ളി നടശൻ ചെയ്യുന്നതിനേക്കാൾ ഭീകരമായിട്ടൊരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യം നടക്കുന്നത്. ഒരു പാർട്ടി നേരിട്ട് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. പാർട്ടി നേരിട്ട് ഏറ്റെടുക്കുന്നു, പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് ഏറ്റെടുക്കുന്നു. 3 തവണ മറ്റേ MLA ആൾ, 3 തവണ MLA ആൾ, അതെ. രാജ്യഭരണം ദീർഘപരിചയമുള്ള ആളാണ്, ദീർഘകാലം പരിചയമുള്ള ആളാണ്, ടെലിവിഷൻ ചർച്ചകൾ ഏർപ്പെട്ടിരുന്നതാണ്, ജില്ലാ സെക്രട്ടറിയാണ്. അപ്പോൾ CPM ചെറിയ നേതാവല്ല, വളരെ ഉന്നതനായ നേതാവാണ്. ഈ പണിക്ക് ഇറങ്ങുന്നുള്ളത് എവിടെ എത്തിക്കാറ് രാഷ്ട്രീയ CPM എവിടെ എത്തിച്ചു? അല്ല, ഈ പാരഡികൾക്ക് ഒരു ചരിത്രമുണ്ടല്ലോ. 16ാം നൂറ്റാണ്ടിൽ മറ്റേ യൂറോപ്പിൽ നിന്ന് തുടങ്ങുന്നതാണ്. ഇതിൽ മിക്കവാറും ക്രിസ്തീയ ഭക്തിഗാനങ്ങളെ ഈണത്തിലൊക്കെയാണ് പലപ്പോഴും പാരഡികൾ ഉണ്ടായിരുന്നത്. കേരളത്തിലിപ്പോൾ VD രാജപ്പനാണ് പാരഡികളുടെ ഒരു ചക്രവർത്തി എന്നൊക്കെ പറയാവുന്ന ആൾ. VD രാജപ്പനാണ്. VD രാജപ്പനും പാടിയ ചില പാട്ടുകൾ ഭക്തിഗാനങ്ങളുടെ പാരഡികൾ ഉൾപ്പെടെ പാടിയിട്ടുണ്ട്, പ്രശസ്തമായ പാട്ട്. പക്ഷെ അതൊന്നും ഒരിക്കലും ഒരു കേസായി മാറിയിട്ടില്ല. അതാണ് നമ്മൾ അത്ഭുതകരമായിട്ടുള്ള കാര്യം. ഇന്ന് വരെ ഒരു ഒരു സംഘടന, ഒരു വിശ്വാസികളോ ആരും തന്നെ ഇത്തരം പാരഡി ഗാനങ്ങളെ ആസ്വദിക്കുമെന്നല്ലാതെ ഇന്നുവരെ പരിഹസിച്ച് ഇന്ന് അതിനെതിരെ ആക്ഷേപം ഉന്നയിക്കുകയോ അത് തങ്ങളുടെ വികാരം ബാധിച്ചു എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. സുനിൽ പറഞ്ഞ പോലെ വളരെ കൃത്യമാണ്. ഇതിന് ദീർഘചരിത്രമുണ്ട് പാരഡികൾക്ക്. പാരഡി ഗാനങ്ങളിൽ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നുള്ളത് ക്രിസ്തീയ ഭക്തി ഗാനങ്ങളെ പാരഡി ഗാനങ്ങൾ യൂറോപ്പിലൊക്കെ വ്യാപകമായിരുന്നു, ഇംഗ്ലണ്ടിൽ വ്യാപകമായിരുന്നു. കേരളത്തിൽ ഈ അയ്യപ്പൻ്റെ പാട്ടുകൾ, അയ്യപ്പൻ്റെ ഭക്തിഗാനം തന്നെ VD രാജപ്പൻ പാരഡിയാക്കി മാറ്റിയിട്ടുണ്ട്. ഇത് കേരളത്തിൽ പുതിയ കാര്യമല്ല. ഇലക്ഷൻ സമയത്താണ് ഈ പാരഡി ഗാനങ്ങൾ ആ ട്യൂണൻസ് ഉണ്ടാക്കുക എന്നുള്ളത് കാലങ്ങളായി നടന്നുണ്ട്. CPM ചെയ്യുന്ന കാര്യമാണ്. ഞാനിത് വേറൊരു കാര്യം ആലോചിക്കാം. ഈ പാരഡി ഗാനത്തെക്കുറിച്ച് ഇത്ര ആക്ഷേപം ഉന്നയിക്കുന്ന ആൾക്കാർ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വയനാട് നടന്ന മുദ്രാവാക്യം എന്ന് പറയാം. അതിഭീകരമായിട്ടുള്ള വർഗീയത, പച്ചയ്ക്ക് വർഗീയത. ആ പച്ചയ്ക്ക് വർഗീയത കേരളത്തിൽ ഒരിക്കലും കേൾക്കുന്ന വർഗീയത വിചാരിച്ച് ആ മുദ്രാവാക്യം വിളിച്ചതാരാ? CPMൻ്റെ പ്രവർത്തകർ വയനാട്. ആ പാർട്ടിയാണ് ഇത് പറയുന്നത്. രസകരമായ ഒരു കാര്യം, ഇതേ ട്യൂണിൽ തന്നെ ഉസ്മാനെ കയറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു തെരഞ്ഞെടുപ്പ് പാരഡി CPMകാർ പാടുന്നത്. ചെഗുവേരയുടെ പടമൊക്കെ കൊടിയൊക്കെ പിടിച്ചുകൊണ്ടാണ്, പടമുള്ള കൊടിയൊക്കെ പിടിച്ചുകൊണ്ടാണ് അവർ ഈ പാട്ട് പാടുന്നത്. ഇതേ ട്യൂൺ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഞാൻ ആ പാട്ട് കേട്ടില്ല. സുനിലിനെ സൂചിപ്പിച്ചോളം ശരിയാണ് കാര്യം. ആ പാട്ട് കേൾക്കാനും ഇടയായിട്ടില്ല. മലപ്പുറത്താണ്. ആ മലപ്പുറത്ത് അയ്യപ്പൻ്റെ പാട്ട് ദുരുപയോഗം ചെയ്യും. അവിടെയാണ് എന്തിനാണ് അവിടെ ദുരുപയോഗം ചെയ്യും? ഞാൻ പറഞ്ഞത് മതസ്പർദ്ധ ഉണ്ടാക്കുകയല്ല. ഇവിടെ ഒരു അപരവിദ്വേഷം ജനിപ്പിക്കാൻ വേണ്ടി അയ്യപ്പൻ്റെ പാട്ട് ഉപയോഗിച്ച ഒരു അത് സംഘടന അറിഞ്ഞുകൊണ്ടോ സംഘടന സംവിധാനം അതിലെന്തായാലും ഞാനിപ്പോൾ നമ്മളെ കുറ്റപ്പെടുത്താൻ പോകുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു കാര്യം നിർവഹിച്ച ആൾക്കാരാണ് നിർദോഷമായ വളരെ ഒരു ഹാസ്യാത്മകമായൊരു പാട്ടിനെ മതവികാരം ഉയർത്തി എന്ന് പറയുന്ന രീതിയിൽ പറയുന്നത്. ഇവർ ഏത് ആചാരമാണ് ലംഘിക്കാൻ പോകുന്നത്? കേരളത്തിൽ ഏത് ആചാരം, എന്ത് നവോത്ഥാന പാരമ്പര്യം ഈ അവകാശപ്പെടുന്ന CPM-ന്? എന്ത് നവോത്ഥാന പാരമ്പര്യം? ഇത് അങ്ങേയറ്റത്തെ മതവർഗീയതയുടെ ഈ മതവർഗീയതയുടെ അങ്ങേയറ്റ കമ്മ്യൂണൽ പാരമ്പര്യമാണ് ഈ ഇതിലൂടെ നമ്മൾ പ്രകടമാകുന്നത്. ഇപ്പം നമ്മുടെ വയലാർ രാമവർമ്മയുടെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു പാട്ടുണ്ടല്ലോ, ശബരിമലയിലും കല്ല് എന്നൊക്കെ പറയുന്ന ഒരു പാട്ട്. അത് കമ്മ്യൂണിസ്റ്റുകാരാണ് അത് പ്രചരിപ്പിച്ചു കൊടുത്തിട്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുള്ള ഒരു പാട്ടെഴുത്തുകാരനായിരുന്നു വയലാർ രാമവർമ്മ. അത് കൊണ്ടു നടന്നിരുന്നത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അത് കൊണ്ടു നടന്നിരുന്ന ആളുകളാണ് ഇപ്പം ഇതിനെ മതസ്പർദ്ധ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ മതവികാരം വ്രണപ്പെടുത്തുന്നു എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞത്. നമ്മുടെ കേരളത്തിൽ ഈ പാട്ടുകളുടെ പാരമ്പര്യത്തെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബന്ധപ്പെട്ടും ഇടതുപക്ഷ പാരമ്പര്യം ബന്ധപ്പെട്ടൊക്കെ ഇങ്ങനെ നാസ്തികതയും വിശ്വാസ ചോദ്യം അനേകം പാട്ടുകളായിട്ടുണ്ട്. അത് പ്രഗത്ഭരായ ആൾക്കാർ, ഇപ്പോൾ നേരത്തെ സുനിൽകുമാർ സൂചിച്ച പോലെ വയലാർ തന്നെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ പ്രചരിപ്പിക്കുകയും ഇത് പാടുകയും ഇതൊക്കെ നമ്മുടെ സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സംസ്കാര രാഷ്ട്രീയത്തെ ഊർജ്ജവൽക്കരിക്കാനും അത് ഈ നമ്മുടെ വളരെ ഫ്യൂഡൽ പാരമ്പര്യത്തിന് ശക്തിയുക്തം പോരാടിയും അതിന് ഉപയോഗിച്ചിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് ഈ മതസ്പർദ്ധയായിട്ട് പാരഡി ഗാനം ഉപയോഗിക്കുമ്പോൾ എവിടേക്ക് എത്തി? ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ എത്തി? ഇടതുപക്ഷ പാർട്ടി എവിടെ എത്തി? ഇതിലപ്പുറം ഇത് BJP കാരണം സ്പേസ് ഇല്ല. സത്യം പറയുകയാണെങ്കിൽ BJPയുടെ സ്പേസ് CPM ഓക്യുപ്പൈ ചെയ്തു. ഞാൻ ഓർക്കുന്നത് ഭഗവാൻ കാലുമാറുന്നു എന്നുള്ള നാടകത്തിനെതിരെ ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തുന്നു എന്നായിരുന്നു അന്ന് ഉയർന്നു വന്നൊരു പരാതി. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ക്രിസ്തുവിൻ്റെ അന്ത്യപ്രലോഭനം നാടകമാക്കിയപ്പോൾ അതും മതവികാരം വ്രണപ്പെടുത്തുന്നു. അന്നൊക്കെ ഇടതുപക്ഷം മറുപക്ഷത്തായിരുന്നു. അങ്ങനെ മതവികാരം വ്രണപ്പെടുത്തുന്നു സമൂഹത്തെ പോളറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വ്യാജമായി ഉണ്ടാക്കുന്ന ഒരു കെട്ടിച്ചമച്ച സംഭവമാണെന്നായിരുന്നു അവരെന്ന് പറഞ്ഞിരുന്നത്. ഇന്ന് അവരത് ഏറ്റെടുക്കുന്നു എന്നുള്ളൊരു സാഹചര്യം. അതെ, വളരെ ശരി. കാര്യം 82-87 കാലഘട്ടത്തിൽ കരുണാകരൻ്റെ നമ്മുടെ കേരളത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം പ്രധാന ഡിബേറ്റ് ചെയ്തൊരു കാലമാണ്. ഈ ക്രിസ്തുവിന് 6-ാം തീയതി കരുണാകരനായിരുന്നു അന്ന്. കരുണാകരനായിരുന്നു. ആ നാടകം, വളരെ പ്രസിദ്ധമായ നാടകം നിരോധിച്ചുകൊണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കാര്യം നമ്മൾ അരുന്ധതി റോയ്, അരുന്ധതിയുടെ പുതിയ ഓർമ്മ പുസ്തകത്തിൽ പറയുന്നുണ്ട്. കോട്ടയം ജില്ലാ കളക്ടറായ അന്ന് അൽഫോൺസ് കണ്ണന്താനം, കോട്ടയം ജില്ലാ കളക്ടർ അൽഫോൺസ് കണ്ണന്താനം നമ്മുടെ മേരി റോയ് തൻ്റെ സ്കൂളിൽ ജീസസ് സൂപ്പർ സ്റ്റാർ എന്നൊരു നാടകം അത് നിരോധിച്ചു. അതായത് ഈ ഇവരോട് മേരി റോയുടെ വ്യക്തിയുടെ കണക്ക് തീർക്കാനാണ് അത് ചെയ്യുന്നതാണ് ഇതിൻ്റെയൊക്കെ സൂചിപ്പിക്കുന്നത്.
അപ്പോൾ ഈ ഒരു പാരമ്പര്യമാണോ CPM അവകാശപ്പെടുന്നത്? ഇത് എവിടേക്കാണ് എത്തുന്നത്? ഒരു രാഷ്ട്രീയ പാർട്ടി ഇതിൽ തെരഞ്ഞെടുപ്പിൽ അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, തെരഞ്ഞെടുപ്പ് ശേഷം പരാജയത്തിൽ പാഠം പഠിക്കില്ല, തിരുത്താനും തയ്യാറില്ല, വീണ്ടും വർഗീയതയുടെ അതേ സ്വഭാവം കൂടുതൽ വർഗീയമാവുക എന്നുള്ള ഒരു രാഷ്ട്രീയ ലൈനിലേക്കാണ് പോകുന്നത്. കേരള സംബന്ധിച്ച് വളരെ അപകടമാണ്. കേരളത്തിൽ വിശ്വാസികൾ അത് ഏറ്റെടുക്കുന്നുണ്ടോ? അതാണ് എൻ്റെ സംശയം. എനിക്ക് തോന്നുന്നില്ല വിശ്വാസികൾ കേരളത്തിൽ അയ്യപ്പ വിശ്വാസികൾ ആസ്വദിച്ച ഒരു പാട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ പാട്ട് എത്ര ദിവസമായി നമ്മൾ കേൾക്കുന്നു, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ പാട്ടുകൾ കേൾക്കുന്നു, പല ആൾക്കാരും മാത്രമല്ല ഇത് അപമാനകരമാവും CPMൻ്റെ സ്ഥിതി. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ ചുണ്ടിൽ ഈ പാട്ട് വന്നു കഴിഞ്ഞു. കാരണം ആ സമയത്ത് എല്ലാം കേട്ടു, തമാശ കേട്ടു, പാട്ട് കേട്ടു, എല്ലാവരും മറക്കേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരും പാടിക്കൊണ്ടിരിക്കുക. ഞാനിന്ന് കാണുന്നത് പല സ്ഥലങ്ങളിലും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഈ പാട്ട് തമാശയ്ക്ക് പാടുന്നുണ്ട്. അവർക്ക് ഇടതുപക്ഷ അനുഭാവികൾ തന്നെയാണ്. അപ്പോൾ ഒരു വിശ്വാസിയുടെ ഒരു മനസ്സിനെയും ബാധിച്ചിട്ടില്ല. അങ്ങനെ ഏതും വിശ്വാസിയെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസി എന്ന് പറയുന്ന ആൾ ഇടതുപക്ഷമായിരിക്കില്ല. അയാളും ഒരുപക്ഷെ BJPക്കാർക്ക് പോലും ഇത് അങ്ങനെ ഒരു പദവികാരമായിട്ട് തോന്നാനുള്ള സാധ്യത കാണുന്നില്ല. കാര്യം ഇത് അതായത് പത്മാവത്ത് സിനിമ നിരോധിക്കണമെന്നൊക്കെ പറയുന്ന നേരത്തെ, അതുപോലെ തന്നെ അന്നപൂർണ്ണി സിനിമ നിരോധിക്കണമെന്ന് പറഞ്ഞ ഒരു ജാതീയ പ്രവണതയുണ്ടല്ലോ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങൾ കാണാം. ആ ജാതീയ പ്രവണതയുടെ നിലവാരത്തിലേക്ക് CPMൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം മാറിയെന്ന് പറയുമ്പോൾ ഇതിൽ പരം എന്താണ് നമ്മൾക്ക് ആലോചിക്കാനുള്ളത്? ഇവിടെ സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ രംഗത്തിറങ്ങാറുള്ളത് KP ശശികലയെ പോലുള്ള ആളുകളാണ്. പക്ഷെ അവരൊന്നും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞത് കേട്ടിട്ടില്ല. തീർച്ചയായിട്ടും അതല്ലേ, അത് നല്ലൊരു കാര്യമായിട്ട് നമ്മൾ കാണണ്ട. KP ശശികല അറിഞ്ഞില്ലെങ്കിൽ പക്ഷേ KP നമ്മൾ അതിൻ്റെ സുനിൽകുമാർ എന്ന് പറയുമ്പോൾ തമാശ, KP ശശികലയെ താരതമ്യ സ്ഥിതിയിലേക്ക് നമ്മൾ എത്തി. ഒരു CPM നേതാവിനെ KP ശശികലയുടെ വിദ്വേഷ പ്രസംഗത്തെ താരതമ്യ സ്ഥിതിയിലേക്ക് എത്തുന്നെങ്കിൽ എവിടെ എത്തി നിൽക്കുന്നു കേരള ഇടതുപക്ഷ രാഷ്ട്രീയം? ഏത് നവോത്ഥാന പാരമ്പര്യമാണ് അവകാശപ്പെടുന്നത്? ഏത് ഗുരുവിൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്നത്? എന്തിനാണ് അവർ ചോദ്യം ചെയ്യുന്നത്? അപ്പോൾ ഇതിൻ്റെ ഒരു വളരെ പരിഹാസ്യമായിട്ട് നമുക്ക് ഇത് സത്യം പറഞ്ഞാൽ സീരിയസ് ആയി എടുക്കാൻ പോലും പറ്റുന്നില്ല. അതാണ് തമാശ. ഇത് പാരഡി കാലത്ത് കേസ് കൊടുക്കുന്നു, അതായത് സൈബർ സെല്ലിൽ പരാതി കൊടുക്കുമ്പോൾ ഞാൻ അതൊരു തമാശയിൽ നമുക്കിത് ഉൾക്കൊള്ളാനാവുന്നില്ല ഇതിൻ്റെ ഗൗരവം. കേസെടുക്കണമെന്നൊരു ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെടുന്നു, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി. അത് മതസ്പർദ്ധ വാക്കുപയോഗിക്കുന്നു. മതസ്പർദ്ധ എന്ന് വാക്കുപയോഗിക്കണമെങ്കിൽ അതായത് വിശ്വാസമേൽ CPMന് വിശ്വാസം, ഒന്നാമത്തെ കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിൻ്റെ ഈ രാജഗോപാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏത് വിശ്വാസം റെപ്രസെൻറ്റ് ചെയ്യുക, അത് പറയണ ആഗ്രഹമുണ്ട്. ഏത് വിശ്വാസത്തിനാണ് റെപ്രസെൻറ്റ്, അയ്യപ്പ വിശ്വാസം റെപ്രസെൻറ്റ് ചെയ്യേണ്ടവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും രാജു അബ്രഹാമും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും MV ഗോവിന്ദ മാഷും ഒക്കെ തന്നെ ഏത് വിശ്വാസം പ്രസൻറ്റ്, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനോവികാരത്തെ ബാധിച്ചെന്നെനിക്ക് സംശയമുണ്ട്. കാരണം ഇലക്ഷനിൽ ഏൽപ്പിച്ച അഗാധമായ ക്ഷീണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മനോവികാരത്തെ ബാധിച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ പറയാം, ഞങ്ങളുടെ വികാരം വ്രണപ്പെട്ടു, കാര്യം ഞങ്ങളുടെ തലത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് ഗോവിന്ദ മാഷ് തുറന്നു പറയാവുന്നൊരു അവസരമുണ്ട് ഇതിൻ്റെ അകത്ത്. എന്തുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ ഇതുപോലൊരു പാട്ട്, ഒരു പാരഡി, നിർദോഷമെന്നൊക്കെ പറയാവുന്ന ഒരു പാരഡി പാട്ട് ആളുകൾ ആസ്വദിച്ചിട്ടുണ്ടാകണം, ഇപ്പോഴും ആസ്വദിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലുള്ള ഒരു പാർട്ടിയെ എന്തുകൊണ്ടാണ്, ഈ തെരഞ്ഞെടുപ്പ് തോൽവിയാണോ ഇതിൻ്റെ കാരണം? തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമാണല്ലോ പറഞ്ഞത്. ആ തെരഞ്ഞെടുപ്പ് തോൽവിയും പത്തനംതിട്ട ചില പ്രദേശങ്ങളിൽ ഈ പാട്ട് ബാധിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതിനേക്കാളല്ല നമ്മൾ പ്രധാനമായി തോന്നുന്നത്, ഈ പാട്ട് എഴുതിയ ഒരു മുസ്ലിം മതസ്ഥൻ അല്ലെങ്കിൽ മുസ്ലിം നാമധാരിയോ ഈ പാട്ട് ഇത് മാത്രമാണ് അതിൻ്റെ അകത്ത് ഉള്ളടക്കം. അപ്പോൾ ഹിന്ദു വികാരത്തെ ആ നിലയിൽ കുത്തി നോവിച്ചുകൊണ്ട് ഒരു ഹിന്ദു പോളറൈസേഷൻ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള മറുശ്രമമാണ്. അത് റിവേഴ്സ് കമ്മ്യൂണിസം എന്ന് വിളിക്കുന്ന സാധനമാണ്, അല്ല മറ്റൊന്നുമല്ല ഇതിൻ്റെ അകത്ത്. നമ്മൾ അതുപോലെ ലീഗിൻ്റെ പ്രവർത്തകർ ഈ പാട്ട് പാടി അതിൻ്റെ വീഡിയോ കണ്ട് അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ CPM താല്പര്യപ്പെടുന്നു എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. അല്ലാതെ മറ്റൊന്നല്ല, ഒരു ഹിന്ദു എഴുതിയോ അല്ലെങ്കിൽ ഹിന്ദു നാമധാരി ഒരാൾ എഴുതിയാലും ഒരു CPM ഒന്നും ഉന്നയിക്കാൻ ധൈര്യം വരുമായിരുന്നില്ല. ഇത് തീർച്ചയായിട്ടും ഒരു അപരവിദ്വേഷം, അത് എങ്ങനെയാണോ ഒരു ഹിന്ദു വർഗീയവാദം ഒരു അപരവിദ്വേഷം ജനിപ്പിക്കുന്ന അതേ പാതയിൽ ആ വഴികളിലൂടെ തന്നെ CPM സഞ്ചരിക്കുന്നുള്ളത് അങ്ങേറ്റം ഖേദകര. ഇത് ഒരു പക്ഷേ CPM തിരുത്തേണ്ടത് CPM തന്നെയാണ്. സ്വാഭാവിക CPMനകത്ത് ഇടതുപക്ഷ പ്രവർത്തകർ തിരുത്തും. പക്ഷേ കേന്ദ്ര നേതൃത്വം ഇപ്പോൾ MAV ഇപ്പോൾ ഒരാൾ ഇത് മനസ്സിലാക്കി തിരുത്തേണ്ടതാണ്. കാര്യം അപകടകരമായ സ്ഥിതിയിലാണ് CPM എത്തിച്ചേർന്നിരിക്കുന്നത്. ശരിക്കും ഇപ്പോൾ രാജഗോപാലിനെ പോലെ ഒരാളെ തിരുത്തുമെന്ന പരസ്പരം സെൻസർ ചെയ്യേണ്ടതാണ്. യഥാർത്ഥത്തിലൂടെ സംഭവിക്കുന്ന വേറൊരു കാര്യമുണ്ട്, ഹിന്ദുത്വവാദികൾക്ക് അവരുടെ ക്യാമ്പയിൻ നടത്താനുള്ള സ്പേസ് നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു പ്രശ്നമാണ്. അതിന് ആ സ്പേസിലേക്കാണ് ഇപ്പം ഇടതുപക്ഷം കയറിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് പ്രശ്നം, ഹിന്ദുത്വവാദികളുടെ സ്പേസ് CPM കയറുമ്പോൾ CPM ഹിന്ദുത്വ സംഘടനയാവുകയും ഹിന്ദുത്വത്തിന് സോഷ്യൽ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നത്. ഇത് ഹിന്ദുത്വ രാഷ്ട്രീയം CPM ഏറ്റെടുക്കുമ്പോൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയം ലെജിറ്റിമസി ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതല്ലോ CPM ലക്ഷ്യം. ആത്യന്തികമായി ഒരു സംഘപരിവാർ സംഘടന വിചാരിക്കുന്നതെങ്കിൽ അവരെ സംബന്ധിച്ച സമൂഹമാണ് അധികാര കേന്ദ്രം. അവർക്ക് സംയമനത്തോടെ കാത്തിരുന്ന് അവർക്ക് അധികാരം ലഭിക്കാനുള്ള അവർ അവസരങ്ങൾ നോക്കിയിരിക്കുകയാണ്. അവരുടെ പദ്ധതി ദീർഘകാലമാണ്. ആ പദ്ധതിയിലേക്ക് സമൂഹത്തെ, അതായത് മതസ്പർദ്ധ ഉണ്ടാക്കുക, വർഗീയ വൈരുദ്ധ്യങ്ങൾ സൃഷ്ടിക്കുക, പരസ്പര ശത്രുത കൊണ്ടുവരിക, അപരവിദ്വേഷം വളർത്തുക, ഈ തുടങ്ങിയ പ്രോജക്റ്റുകളിലേക്ക് എത്തുമ്പോൾ ആത്യന്തികമായി ആരാണ് ഗുണഭോക്താവാണ്? ഈ ഹിന്ദുത്വവാദികളും ഹിന്ദുത്വ രാഷ്ട്രീയവും ഈ സംഘപരിവാർ രാഷ്ട്രീയം തന്നെയാണ്. ആ സംഘപരിവാർ രാഷ്ട്രീയത്തിന് ഗുണഭോക്താവ് എനിക്ക് സംശയം, ഇത് സംഘപരിവാറായിട്ട് എന്തെങ്കിലും തരത്തിലുള്ളൊരു ഒരു ബന്ധം ഇതിൻ്റെ അകത്തുണ്ടോ? കൊടുക്കൽ വാങ്ങലുണ്ടോ സംശയിക്കേണ്ടി വരും. കാര്യം സംഘപരിവാർ ഉന്നയിക്കേണ്ട കാര്യങ്ങൾ CPM ഉന്നയിക്കുമ്പോൾ അത്ഭുതകരമായിരിക്കുന്നു.
ആ അത്ഭുതമൊക്കെ നമുക്ക് അത് മനസ്സിലാക്കാത്ത എന്തൊക്കെയോ അടിയൊഴുക്കൾ ഇതിനകത്തുണ്ട്, നമുക്ക് സംശയിക്കേണ്ട സ്ഥിതിവിശേഷമാണുള്ളത്. അല്ല, ഇങ്ങനെ ഒരു കേസ് നിലനിൽക്കുമോ എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. ഇപ്പോൾ ഒരു സൈബർ സെല്ലിന് കൈമാറിയിരിക്കുന്നു. നാളെ മതസ്പർദ്ധ ഉണ്ടാക്കി അല്ലെങ്കിൽ മതവികാരം വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് രാജു എബ്രഹാം പറഞ്ഞതുപോലെ ഒരു കേസ് എടുത്താൽ അത് നിലനിൽക്കുമോ എന്നുള്ളൊരു പ്രശ്നം കൂടെ ഉണ്ട്. സുനിൽകുമാർ, നമ്മുടെ കോടതികളിൽ നമുക്ക് വിശ്വസിക്കുക. ഇപ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് ഒരു ഹൈക്കോടതിയിലോ സുപ്രീം കോടതി വരിക, അവരെങ്ങനെയായിരിക്കും സമീപിക്കുക? അവരെങ്ങനെയും ഇതിലെന്ത് മതവികാരമാണ് ഒരു കോടതിക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? കാര്യം നമ്മുടെ നിയമപരമായിട്ടും നമ്മുടെ സാമാന്യ വിജ്ഞാനം വെച്ച് എന്ത് മതവികാരമാണ് ഒരു ട്യൂൺ ഉപയോഗിക്കുന്നത്, എന്ത് മതവികാരമാണ്? അതുപോലെ ഇത് അയ്യപ്പൻ ആക്ഷേപിച്ചിട്ടുണ്ടോ? ആ അയ്യപ്പൻ്റെ സ്വത്തുമായി ബന്ധപ്പെട്ട അപഹരണത്തെക്കുറിച്ച് പറയുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് വെളിപ്പെട്ട പബ്ലിക് ഡൊമൈനിലെ കാര്യങ്ങളാണ് പറയുന്നത്. പബ്ലിക് ഡൊമൈനിലെ കാര്യം പാരഡിക്ക് ചരിത്രമാണ്. അപ്പോൾ പാരഡി പോലും ഒരു സാമൂഹികമായിട്ടുള്ള ഒരു പുതിയൊരു ആവിഷ്കാരം ഇതേ, അതിനെപ്പോലും ഇവരിങ്ങനെ ഇതിലാണ് കാണണമെങ്കിൽ എന്ത് സ്വാതന്ത്ര്യബോധമുള്ളത്? പാരഡികളുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് വളരെ ജനകീയമാണ്. ആയിരക്കണക്കിന് ആളുകളുടെ ഏറ്റെടുക്കുന്ന. അപ്പോൾ വി ഡി രാജപ്പൻ്റെ പാട്ടുകൾ അന്ന് വളരെ പരിഹാസപൂർവ്വമൊക്കെയാണ് ആളുകൾ കണ്ടിരുന്നതെങ്കിലും വി ഡി രാജപ്പൻ്റെ പാട്ടുകൾ വളരെ ജനകീയമായൊരു സംഭവമായിരുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് തന്നെയാണ്. ഒരു പാരഡി ജനങ്ങൾ ഏറ്റെടുത്തു. ഒരു ജനകീയമായൊരു ഭക്തിഗാനത്തിൻ്റെ ഒരു പാരഡി ഇറങ്ങിയപ്പോൾ ജനങ്ങളത് ഏറ്റെടുത്തു. അതൊരു സമകാലികമായൊരു സന്ദർഭം. ഒരു കാര്യം നോക്കിയാൽ ഈ പാരഡിക്ക് വലിയ ജനകീയ സ്വഭാവമുണ്ട്. വി ഡി രാജപ്പൻ കേരളത്തിൽ വൻ ഹിറ്റായിരുന്നു. വി ഡി രാജപ്പൻ ആൾക്കാർ പരിഹസിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ, പക്ഷേ വി ഡി രാജപ്പൻ കേരളത്തിൽ ഹിറ്റ് ഗായകനായിരുന്നു. ഇപ്പം നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത്, ബാല്യകാലത്ത്, സ്കൂൾ കാലത്തൊക്കെ ഈ കാസറ്റ്, വി ഡി രാജപ്പൻ്റെ കാസറ്റ് ഇത് കേട്ടിട്ടുള്ളല്ലേ? എല്ലാ ചായക്കടകളിലും വി ഡി രാജപ്പൻ്റെ പാട്ട് വയ്ക്കുമായിരുന്നു. അങ്ങനെ പിന്നീട് കലാഭവൻ്റെ ഘട്ടത്തിൽ ഈ ഇതുപോലെ പാരഡി ഗാനങ്ങൾ ഇറങ്ങിയിരുന്നു. അതൊക്കെ നമ്മൾ വളരെ അതുപോലെ വയലാറിൻ്റെ പ്രസിദ്ധമായ ഗാനങ്ങളൊക്കെ പാരഡി ഭാഷയിലൂടെ വരുന്ന സമയത്ത് നമ്മളൊക്കെ കേട്ട് ആസ്വദിച്ചൊരു അങ്ങനത്തെ ഒരു സാംസ്കാരിക പാരമ്പര്യം കേരളത്തിലുണ്ട്. ആ സാംസ്കാരിക പാരമ്പര്യം കൊണ്ട് കത്തിവെക്കുന്നവർ ചെമ്മനം ചാക്കോയുടെ കവിതകൾ, ഇതൊക്കെ വലിയൊരു സാംസ്കാരിക പാരം കേരളത്തിലുണ്ട്. ഇങ്ങനത്തെ ഈ ഐറണിയും ഈ പരിഹാസവും ഉപയോഗിച്ചുകൊണ്ട് വളരെ സാറ്റർ, അതായത് ഈ സർക്കാസവും സാറ്റർ ഉപയോഗിച്ചുകൊണ്ട്, ആക്ഷേപഹാസ്യം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ വിമർശനം നടത്തുന്നത്. അതിന് ദീർഘ പാരമ്പര്യം, നമ്മുടെ കുഞ്ഞിനമ്പ്യാരുടെ ദീർഘ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിന് അധിക്ഷേപിക്കുന്നത് സത്യം പറഞ്ഞ ഒരു സാംസ്കാരിക പാരമ്പര്യത്തെ തന്നെ വാസ്തവം പറയുന്നത് തിരിച്ചാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പാരമ്പര്യത്തെയാണ് വാസ്തവം പറയുന്നത് തകർക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അങ്ങനെ കേരളത്തിൻ്റെ ഒരു ഗാനാവിഷ്കാരത്തിന് പാരഡിയും അതിനു മുമ്പുള്ള വലിയ ഒരു ഇതുപോലെ ആക്ഷേപഹാസ്യൻ്റെ പാരമ്പര്യത്തെ പരിഹസിക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയും അതിനെ ഇല്ലാതാക്കുകയും അതിനെ സെൻസർ ചെയ്യാനുള്ള വലിയ ശ്രമം. ഒരുപക്ഷെ ഇതിനകത്ത് വലിയൊരു പ്രത്യാഘാതം ഉണ്ടാകുന്നത് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. ഈ പാട്ടുകളൊക്കെ പ്രസിദ്ധമാവുകയും പോപ്പുലറാവുകയും ആൾക്കാർ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഇനി ഒരാൾ ചെയ്യുമ്പോൾ അയാളെ വിലക്കുകയാണ് ചെയ്യുന്നത്. ഇത് നാളെ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രത്യാഘാതം സൃഷ്ടിക്കാൻ സാധിക്കും. നാളെ ഇത് ഹിന്ദുത്വത്തിന് സ്പേസ് കൊടുക്കണം എന്ത് പറയാനും നാളെ പറയും ഇത് ഉദാഹരണമായി മാറും, ഇത് പ്രീസിഡൻസായി മാറും. അതുകൊണ്ട് എനിക്ക് തോന്നുന്ന കാര്യം ഇത് ശരിക്കും സൈബർ സെൽ തന്നെ പരാതി ഇല്ലാതിരിക്കേണ്ടതാണ്. ഇത് എടുക്കാൻ പാടാത്ത പരാതിയാണ്. പ്രതിപക്ഷ കേസിൽ തള്ളിക്കളയേണ്ടതാണ്. പക്ഷേ സൈബർ സെൽ എങ്ങനെയാണ് ഈ കേസ്? ഇപ്പം ഇത് യഥാർത്ഥത്തിൽ ഉണ്ടാകാൻ ഒരു ചെറിയ സാധ്യത ഒരു കോപ്പിറൈറ്റ് കേസാണ്. ഒരു പാട്ടിൻ്റെ ട്യൂൺ എടുത്തു എന്നുള്ളതാണ്. ആ പാട്ടിൻ്റെ ട്യൂൺ ചെയ്ത ആളോ അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്ത ആളാണല്ലോ അതിൻ്റെ കേസ് കൊടുക്കേണ്ടത്. ഇവരന്ന് കേരളത്തിൽ നിന്നൊരു ഭക്തൻ എന്ന പേരിൽ ഒരു സംഘടന പരാതി കൊടുത്താൽ അത് എങ്ങനെ നിലനിൽക്കും? അതാണ് സുനിൽകുമാർ, ഇത് കോപ്പിറൈറ്റ് കേസിൻ്റെ അകത്ത് അതൊരു വേറെ ഡൊമൈനിൽ നിൽക്കുന്ന കേസാണ്. കോപ്പിറൈറ്റ് ബന്ധപ്പെട്ട ട്യൂൺ അത് നമുക്കറിയാം. ഇപ്പോൾ കാന്താരയുടെ ട്യൂൺ ഉപയോഗിച്ചതിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. അത് വേറെ തന്നെ കേസാണ്. ഇനി അതിലേക്ക് ഒരു കൊണ്ടെത്തിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ അതല്ല. ഇവിടെ മതസ്പർദ്ധയും മതവികാരവും വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തിക്കൊണ്ടാണ് കേസ് പോകുന്നത്. അതായത് യൂട്യൂബിലൂടെ ഇത് പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ. അപ്പോൾ അത് സൃഷ്ടിക്കുന്ന ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലും നമ്മുടെ ഒരു ലോകബോധത്തിൻ്റെ അടിസ്ഥാനം പ്രവർത്തിക്കുന്ന ഒരു സെക്യുലർ ബോധത്തിൻ്റെ അടിസ്ഥാനം പ്രവർത്തിക്കുന്ന കോടതികൾ നിരാകരിക്കുക മാത്രമല്ല ഈ കേസ് കൊടുക്കുന്ന ആൾക്കെതിരെ ശക്തമായിട്ട് താക്കീത് വരാനുള്ള സാധ്യത. കാര്യം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ എന്ത് തന്നെയാണെങ്കിലും കോടതികൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല, അപ്പുറത്തേക്ക് കടന്നു. കാര്യം ഒരു ഗാനത്തിൽ ഈ മതസ്പർദ്ധയൊക്കെ ആരോപിച്ചുകൊണ്ട് വരുന്ന സമൂഹത്തെ എത്രമാത്രം ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന അവസ്ഥയിലേക്ക് മാറുമ്പോൾ കോടതി തന്നെ ഇത് തള്ളിക്കളെ മാത്രമല്ല കോടതി തന്നെ ഇത് വളരെ കർക്കശമായി ഇടപെടേണ്ട വിഷയം മാറാൻ സാധ്യത കാണുന്നുണ്ട്. ഇപ്പം ചെറിയാൻ ഫിലിപ്പിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ടത് ഈ സമയമാം രഥത്തിൽ എന്ന് പറയുന്ന ക്രിസ്തീയ ഭക്തിഗാനം ആളുകൾ വളരെ ഭക്തിയോടുകൂടി ചരമസമയത്ത് ആളുകളുടെ മരണസമയത്ത് പാടുന്ന ഒരു പാട്ടാണ്. അത് ആ പാട്ട് വളരെയധികം ജനപ്രിയമായൊരു പാട്ടുമാണ്. അതിൻ്റെ ഒരു പാരഡിയായിട്ട് ഒരു പാട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇറങ്ങിയിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലത്തല്ല, ഇതിനു മുമ്പ് വളരെയധികം തെരഞ്ഞെടുപ്പ് കാലത്ത് ഇറങ്ങിയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനികളെല്ലാം കൊണ്ട് കേസ് കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും. കേരളത്തിൽ അങ്ങനെ സാംസ്കാരിക പാരമ്പര്യമില്ല. ഇതുപോലെ തന്നെ ഇന്ന് വേറെ കാര്യത്തിനെങ്കിൽ കരുണാകരൻ ഭരിക്കുന്ന കാലത്ത് ഇതേപോലൊരു അയ്യപ്പ ഗാനം, ഈ ഭക്തിഗാനം
കരുണാകരനൊക്കെ സ്പീഡായി ബന്ധപ്പെട്ടു, കരുണൻ്റെ യാത്രയെ ബന്ധപ്പെട്ടും നമ്മൾ കേട്ടിരുന്നു. ആരെങ്കിലും കേസ് കൊടുത്തു? ആ കേരളത്തിലേക്ക് പാടിയത് അതൊക്കെ രാഷ്ട്രീയക്കാരെന്നല്ല, രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കപ്പെട്ടതാണ്, രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ ആക്ഷേപഹാസ്യത്തിൻ്റെ ഭാഗമായി വന്ന ആരെങ്കിലും കേസ് കൊടുത്തു? അത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഇടതുപക്ഷം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു കേരളത്തിൽ അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. കേരളത്തിൽ അങ്ങനത്തെ ഒരു മതേതരവും സെക്യുലറുമായിട്ടുള്ള ഒരു സാംസ്കാരിക പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് ഇത്തരം ഇത് അർബൻ ഫോക്ലോറാണത്. ശരിക്കും പറഞ്ഞാൽ ഒരു നാഗരികമായ പുതിയ ഫോക്ലോറിൻ്റെ ഭാഗമായിട്ട് പാരഡി ഗാനങ്ങൾ ഉണ്ടാകുന്നത്. അതിനെ തള്ളുക വഴി, അതിനെ സെൻസർ ചെയ്യുന്ന വഴി എന്തൊരു ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതമാണ് ഈ പാർട്ടി ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് തോറ്റുന്ന പേരിൽ ജനങ്ങളെ ശിക്ഷിക്കുകയാണ്, ഇവിടുത്തെ കലയെ സൃഷ്ടിക്കുകയാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യം ശിക്ഷിക്കുകയാണ്. ഇവിടുത്തെ ഇതുപോലുള്ള കവിത എഴുതാൻ താല്പര്യമുള്ള, പാരഡി എഴുതാൻ താല്പര്യമുള്ള, ഇതുപോലെ പുതിയ കലാരൂപങ്ങൾ ആവിഷ്കരിക്കാൻ താല്പര്യമുള്ള, ആക്ഷേപഹാസ്യം ഉപയോഗിക്കുന്നവരൊക്കെ തന്നെ ശിക്ഷിക്കുകയാണ് തെരഞ്ഞെടുപ്പ് തോറ്റു ഒറ്റ കാര്യം കൊണ്ട്. ഇത് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്നത്. CPM തന്നെ തിരുത്തേണ്ടതാണ്. ഈ കേസ്, ഈ പരാതി പിൻവലിക്കേണ്ടതാണ്. പിൻവലിക്കുമ്പോൾ തിരുത്തേണ്ടതുമാണ്. ഇതുപോലെ പ്രവണതകൾ പാർട്ടിക്ക് തന്നെ ഒട്ടും ഗുണകരമായിരിക്കും. ഈ വേളൂർ കൃഷ്ണൻകുട്ടിയുടെയൊക്കെ പല കഥകൾ അതൊക്കെ തന്നെ പലതും ഇതേപോലത്തെ പാരഡിയാണ് പലതിനും. മാസപ്പടി മാത്തുപ്പുള്ള മുതലൊക്കെ വലിയ പാരഡികൾ എഴുതിയിട്ടാണ്. പഞ്ചവടിപ്പാലം സിനിമ എങ്ങനെ കെ ജോർജ് പഞ്ചവടിപ്പാലം നിലനിൽക്കുക? ആക്ഷേപാസ്യമാണ്. ഇനി നാളെ പറഞ്ഞു ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെ പരിഹസിച്ചു, പഞ്ചായത്ത് രാഷ്ട്രീയത്തെ പരിഹസിച്ചു എന്ന് പറഞ്ഞ നാളെ കേസ് കൊടുക്കും. അപ്പോൾ ആക്ഷേപഹാസ്യം നിരോധിക്കപ്പെടുന്ന സ്ഥിതിയിലേക്ക് എത്തും. അതാണ് ഇതിൻ്റെ അകത്ത് വാസ്തവം. ഇതുപോലെ തന്നെ ഗാനങ്ങളും, ഈ സിനിമാ ഗാനങ്ങൾക്ക് അതിൻ്റേതായ ഒരു ഈ നിലയ്ക്ക് നമുക്ക് പവിത്രതയുണ്ട്. നാളെ സിനിമാ ഗാന രചയിതാക്കൾക്കും ഇത് ആക്ഷേപം ഉന്നയിക്കാം. കാര്യം നമുക്ക് നമ്മൾ കാണുന്ന കാര്യം ഇന്നത്തെ ഈ പലതരം ടെലിവിഷൻ ഷോയിലും അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ ഒരു 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 വ്യക്തി തന്നെയുണ്ട്, സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ പുതിയ ഗാനങ്ങൾ ഹാസ്യരൂപത്തിൽ പാടുന്നത്. ആ ആളെ ബാധിക്കുമല്ലോ. അപ്പം നാളെ ഈ ഗാനരചയിതാക്കൾ ടെലിവിഷൻ ഷോകളിൽ പലതും പാരഡി ഗാനങ്ങളാണ്. പിന്നെ പാരഡി ഗാനങ്ങളാണ്. ഇപ്പോൾ ഇപ്പോൾ BK ഹരിനാരായണൻ തൻ്റെ ഒരു പാട്ട് ആരെങ്കിലും നാളെ അദ്ദേഹത്തിന് പറയാലോ, എൻ്റെ ഇങ്ങനെ എടുത്തു, അല്ല റഫീഖ് അഹമ്മദിന് പറയാലോ. പക്ഷെ അവർ സാമാന്യ ബുദ്ധിയുള്ളവരും അവർ വിവേകമുള്ളവരായതുകൊണ്ട് ഇതുപോലെ രാജീവ് അബ്രഹാം വിവേകശൂന്യമായിട്ടുള്ള അഭിപ്രായം പറയാനുള്ള സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിൽ കൈതപ്പുറത്ത് നാളെ പറയാം, നാളെ എത്ര പേർക്ക് ഇതുപോലെ പറയാം. അപ്പോൾ അവർ പറയില്ല, എനിക്ക് ഉറപ്പുണ്ട്. കാര്യം അവരെ സമയം വിവേകത്തിൻ്റെ പാതയിലൂടെ ചലിക്കുന്നവർ വിവേകമുള്ളവരായതുകൊണ്ട് അവർ അവിവേകം ഒരിക്കലും പറയില്ല എന്ന് ഉറപ്പാണ്. പാരഡി ഗാനങ്ങൾ ജനപ്രിയമാകുന്നത് അവരെഴുതിയ പാട്ടുകൾ കൂടുതൽ ജനപ്രിയമായതുകൊണ്ടാണല്ലോ. അതാണ്, അതുകൊണ്ടാണ് ഈ പാരഡി ഗാനങ്ങളും ജനപ്രിയമാകുന്നത്. ഇപ്പോൾ ഈ ശബരിമല ഭക്തിഗാനങ്ങളൊക്കെ നമ്മുടെ ഇതിലുണ്ട്. അത് എല്ലാ സമൂഹത്തിലും കാരണം അത് ഒരു വിശ്വാസമൂഹം മാത്രമല്ല, ആ മണ്ഡലകാലം കേരളത്തിൽ എല്ലാവരും പാടുന്നത്. ആ മണ്ഡലകാലത്തിൻ്റെ പ്രത്യേകതയാണ്. ആ മണ്ഡലകാലത്തിൻ്റെ പ്രത്യേകത എല്ലാ സമൂഹവും കാര്യം പലതരത്തിൽ ഒരു ബിസിനസ് വ്യാപാരം വേറെ രീതിയിൽ വർദ്ധിക്കും, നമുക്കറിയാം ആ കാലഘട്ടത്തിൽ. അപ്പോൾ എല്ലാവരുടെയും ഈ ശബ്ദം, ഈ പാട്ട് എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ സമൂഹത്തിലെ എല്ലാവരെയും ഒരുമിപ്പിച്ചിറക്കുന്നതാണ് ഈ ഗാനങ്ങൾ. ശബരിമലയുടെ ഈ പാട്ട് എന്ന് പറയുന്നത് എല്ലാ സമൂഹത്തെയും ഒരുമിപ്പിച്ചിറക്കുകയാണ്. കാരണം ശബരിമലയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ആ പ്രത്യേകതയെ പോലും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശബരിമലയുടെ ഒരു സെക്യുലർ പ്രത്യേകത. കാരണം ശബരിമല ഭക്തിഗാനം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ശബരിമല തങ്ക സൂര്യോദയം മുതൽ സിനിമ പാട്ട് മുതൽ എല്ലാവരും പാടുന്നതാണ്. പല വിഭാഗത്തിലെ ആൾക്കാർ പാടുന്നു, അത് പാരഡിയായി പാടുന്നു, ആ കാലഘട്ടത്തിൽ ആ സമയത്ത് മുഴുവൻ പാടുന്നതാണ്. അപ്പോൾ എല്ലാവരും നാവിൻ തുമ്പിലുള്ള പാട്ടാണ് എല്ലാ സമൂഹത്തിൽപ്പെട്ട ആൾക്കാരുടെയും. അതുപോലും നിഷേധിക്കുന്ന അവസ്ഥ, അതുപോലും നിരോധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നവൻ എന്തായിരിക്കും കേരളത്തിൻ്റെ അവസ്ഥ? അപ്പോൾ സത്യം പറഞ്ഞാൽ കേരളത്തിനെതിരെ, കേരളത്തിൻ്റെ ഒരു നല്ലൊരു പാരമ്പര്യത്തിന്, കേരളത്തിൻ്റെ ഒരു സൽപാരമ്പര്യത്തിന്, കേരളത്തിൻ്റെ ഒരു സംസ്കൃതി സെക്യുലർ പാരമ്പര്യത്തിനെതിരെയാണ് ഈ പരാതി വന്നിട്ടുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ഇതിൽ വളരെ ഗൗരവമുള്ളൊരു വിഷയമുണ്ട്. നേരത്തെ നമ്മൾ സംസാരിച്ച് വന്നതായിരുന്നു. ഒരു കലാകാരൻ ഇത്തരത്തിലിപ്പം നേരത്തെ പറഞ്ഞല്ലോ, നൂറുകണക്കിന് കലാകാരന്മാരുണ്ട്. ഇപ്പം മിമിക്രി ആർട്ടിസ്റ്റുകളും പാരഡി പാടുന്നവരും ഒക്കെ ആയിട്ടുള്ള ഇവർക്കൊക്കെ നാളെ സ്റ്റേജിലൊരു ഷോ അവതരിപ്പിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഷോ അവതരിപ്പിക്കാൻ തന്നെ മാത്രമല്ല, അപ്പോൾ നമ്മൾ ഏത് സമൂഹത്തിൽപ്പെട്ട് ഏത് മതവിഭാഗത്തിൽപ്പെട്ടിരിക്കുന്നു, വിശ്വാസി അവിടെ ഒന്നുമില്ല, നിങ്ങളുടെ പേര് നിർണ്ണയിക്കുന്നു. ഇപ്പോൾ ഉദാഹരണം നമുക്ക് നാദിർ ഷായെ പോലെ ഒരു കലാകാരൻ എടുക്കുക, കലാഭവനിൽ നാദിർ ഷാ എത്രയോ പാരഡി ഗാനം. നാളെ നാദിർ ഷാ പാരഡി ഗാനം അവതരിപ്പിക്കാൻ പോകുന്ന സമയം നാദിർ ഷാ ആലോചിക്കേണ്ടി വരും താൻ ഏത് പാരഡി ഗാനം വയ്ക്കണം. അതുപോലെ തന്നെ മറ്റൊരു മതസ്ഥനും അതുപോലെ തന്നെ ആലോചിക്കേണ്ടി വരും താൻ ഏത് കാര്യം. തീർച്ചയായിട്ടും ഇത് പ്രീസിഡൻസായി മാറും. തീർത്തും അപകടകരമായിട്ടുള്ളൊരു വഴിയിലൂടെയാണ് നമ്മളിത് പോയിട്ടുള്ളത്. ഇതിന് ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് അത്ഭുതം. നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു ഒരു അതിതീവ്ര ഹിന്ദുത്വവാദി ഇത് പറയുന്നത് മനസ്സിലാക്കാൻ പറ്റും എന്നർത്ഥമല്ല, അത് പറയാൻ സാധ്യതയുണ്ട്. കാര്യം അവരെ സംബന്ധിച്ചാൽ ഇത്തരം വികാരങ്ങൾ വെച്ചാണ് രാഷ്ട്രീയം പ്രവർത്തിക്കുന്നത്, അതിന് മുതലെടുപ്പ് നടത്തുന്നത്. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ മുതലെടുപ്പ് രാഷ്ട്രീയത്തിൽ എത്തുമ്പോൾ എവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു കാര്യം? അതെ, എന്തായാലും പോറ്റിയുടെ പേരിൽ ഒരു മോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയെല്ലാം അതും കൂടിയുണ്ട്. പോറ്റിയുടെ പേര് അധിക്ഷേപിച്ചു എന്നുള്ളത്. പോറ്റിയുടെ പേര് അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധിക്കെതിരെ മോഡിയുടെ പേര് പറഞ്ഞ കേസ് കൊടുത്ത പോലെയാണ്. ഇവിടെ പോറ്റിയെന്നൊരു കഥാപാത്രമുണ്ട്. ഒരു റിയലായിട്ടുള്ള കഥാപാത്രം ഈ കേസിൽ പ്രതിസ്ഥാനത്താണ്. അതായി ബന്ധപ്പെട്ട അപ്പോൾ പോറ്റി എന്ന വിഭാഗത്തെ അധിക്ഷേപിച്ചു. എന്തെല്ലാം പ്രചരണങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സമൂഹത്തിൽ നമ്മുടെ സിനിമകളിലൊക്കെ എത്ര ആൾക്കാരെ പരിഹസിക്കുന്നു,
എത്ര യുവാത്ത ആൾക്കാരെ പരിഹസിക്കുന്നു ആ പേരിലൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ നാളെ ചെയ്യാൻ പറ്റും. അപ്പോൾ വലിയൊരു ഇതിനെക്കുറിച്ച് ആലോചന ഇല്ലാതെ തീർത്തും ആ നൈമിഷികമായ വികാരം എന്ന എവിടെ മറ്റൊരു ഏതോ ഘട്ടത്തിൽ പറഞ്ഞു, ആ നൈമിഷിക വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എം മണി ഉപയോഗിച്ച വാക്കാണ് നൈമിഷിക. ആ നൈമിഷിക വികാരത്തിൻ്റെ അടിസ്ഥാനം തോറ്റു എന്ന ഒറ്റ കാരണം കൊണ്ട്, ആ തോൽക്കേണ്ട ആഘാതം ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് ചെന്ന് സൃഷ്ടിക്കുന്ന ആപത്തുകൾ, ആ ആപത്തിൽ കേരളമാണ് വീഴാൻ പോണത്. അതായത് നമ്മളെപ്പോഴും ഇത് കേരളമാണെന്ന് പറയാം, ഈ കേരളമാണ് വീഴാൻ പോകുന്നത്. ഇതൊരു സാധാരണ അണിയായിട്ടുള്ള ഒരു പാർട്ടിക്കാരനല്ല ഈ വിഷയം ഉന്നയിച്ചിരിക്കുന്നത്. അതാണ് വളരെ സീസണായ രാഷ്ട്രീയക്കാരൻ, വളരെ സീസണായ രാഷ്ട്രീയക്കാരൻ, തവണ MLA, ഒരുപക്ഷെ മന്ത്രിയൊക്കെ പിന്നെ മന്ത്രിയെ കണ്ട ആൾ, വളരെ എന്താ പറയുക ടെലിവിഷൻ ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്ന ആൾ, പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടറി, ദീർഘകാല രാഷ്ട്രീയ പാരമ്പര്യ ഒരാളാണ്. ഇത് പറയുന്നുള്ള അത്ഭുതപ്പെടുന്നു. അപ്പോൾ എന്ത് രാഷ്ട്രീയ വിദ്യാഭ്യാസം അയാൾ നേടിയെന്നുള്ള കുറിച്ച് സംശയിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ വിദ്യാഭ്യാസമാണ് അയാൾക്ക് നഷ്ടപ്പെട്ടത് എന്ന് ആലോചിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ ഈ നവോത്ഥാനത്തെ പിന്നോട്ട് വലിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ഒക്കെ തന്നെ വളരെ ദീർഘമായി കേരളത്തിൽ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഒരു പക്ഷത്ത് പലപ്പോഴും ഇടതുപക്ഷമാണ് ഉണ്ടായിരുന്നത്. ആ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് ആ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ തന്നെ അതിനെതിരായിട്ടുള്ള, അത് മതവികാരം വ്രണപ്പെടുത്തുന്നു, എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്, ഏതെങ്കിലും തരത്തിലുള്ള വികാരം വ്രണപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും പരാതികളുണ്ടായിട്ടുള്ളതും കേസുകളുണ്ടായിട്ടുള്ളതും സമരങ്ങൾ നടന്നിട്ടുള്ളതൊക്കെ തന്നെ. ആറാതിരുവറിനെതിരെയുള്ള സമരമൊക്കെ ഓർമ്മയുണ്ട്. ഇപ്പോൾ ആ പാർട്ടി നേരിട്ട് രംഗത്ത് വരികയാണ്, ആ ഒരു സർക്കാരും. നമ്മളങ്ങനെ നിങ്ങളാ ചോദ്യം വളരെ റെലവൻ്റാണ് ചോദിക്കുക. ആ നില നോക്കുകയാണെങ്കിൽ അമ്പലങ്ങൾ കത്തിക്കണം എന്ന് പറഞ്ഞാൽ VTയും C കേശവൻ്റെയൊക്കെ സ്ഥിതി എന്തായിരിക്കും അവരുടെ സ്ഥിതി? അപ്പോൾ ഒരു അമ്പലം നശിച്ചാൽ അത്രയും ഈ പറഞ്ഞ അന്ധവിശ്വാസം നശിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ VT ഭട്ടതിരിപ്പാടാണ്, C കേശവൻ്റെ സ്ഥിതി എന്തായിരിക്കും? ഇവരൊക്കെ നിരോധിക്കപ്പെടുന്ന സ്ഥിതിയില്ല. അപ്പോൾ അതാണോ നിർമ്മാല്യ സിനിമയെക്കുറിച്ച് ആവർത്തി പറഞ്ഞത്? അപ്പോൾ ഈ നിലയ്ക്ക് നിർമ്മാല്യ സിനിമ നിരോധിക്കപ്പെടുമല്ലോ, ഈ നിർമ്മാല്യ സിനിമ നിരോധിക്കുള്ളൂ. അപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയം എന്താണ്? ഏത് നവോത്ഥാന പാരമ്പര്യത്തെ, ഏത് സെക്യുലർ പാരമ്പര്യത്തിന് ഉയർത്തിപ്പിടിക്കുന്നത്? അത് വളരെ വിചിത്രമായിരിക്കുന്നു. അതുകൊണ്ട് സുനിൽകുമാർ തുടങ്ങിയ സമയത്ത് പറഞ്ഞാൽ വിചിത്രമായിരിക്കും. നമുക്ക് സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ ഞാൻ ആദ്യം തമാശയായിരിക്കും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്ന ഇലക്ഷൻ ഒരു തമാശ പറഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ, അതിലപ്പുറം ഗൗരവമായിട്ട് പരാതിയോ ഒന്ന് പാർട്ടിനെ പിന്തുണയ്ക്കുമ്പോൾ സത്യത്തിൽ നമ്മുടെ ഒരു വിധത്തിൽ ഇലക്ഷൻ എന്താ പറയുക, ഇലക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അതിനൊരു വലിയ നടുക്ക സൃഷ്ടിക്കുന്നത് ഒരുപക്ഷെ ഇടതുപക്ഷ അനുഭാവികൾക്ക് തന്നെയായിരിക്കും ഏറ്റവും നടുക്ക സൃഷ്ടിക്കുക. അവർക്ക് ഉൾക്കൊള്ളാൻ പോലും ആവുന്നില്ല. ഇടതുപക്ഷ നേതൃത്വത്തിൻ്റെ സ്ഥിതി എനിക്കറിയില്ല, പക്ഷേ ഇടതുപക്ഷ അനുഭാവികളായ ആൾക്കാർക്ക്, അതായത് ഈ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ആൾക്കാർ വലിയ നടുക്കാണ് സൃഷ്ടിക്കുന്നത്. അവർ തന്നെ തിരുത്തുന്ന എനിക്ക് തോന്നുന്നുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് പരാജയം ഇത്തരത്തിലുള്ള ഒരു പ്രതികാരത്തിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വിചിത്രമായ, അത് എങ്ങനത്തെ പ്രതികാരം? തികച്ചും വർഗീയ വിദ്വേഷം, സമൂഹത്തിൽ അപരവിദ്വേഷം ജനിപ്പിക്കുന്ന പ്രതികാരം എന്ന് പറയുന്നത്, അത് എനിക്കത് നമുക്ക് ആ വാക്കുകളിനെ പൂരിപ്പിക്കണമെന്നല്ല. കാര്യം അത്രമാത്രം ഒരു സങ്കീർണ്ണ സ്ഥിതിയിലാണ് കേരളത്തിരിക്കുന്നത്. കേരളത്തിനെതിരെ സമരമാണ്. വാസ്തവനെ കേരളത്തിനോട് ചെയ്യുന്നൊരു ചതിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് അതിൻ്റെ അവസാന ലാപ്പിൽ പോകുമ്പോൾ ഇങ്ങനെയാണോ പെരുമാറണമെന്നുള്ള ഒരു ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ഉന്നയിക്കേണ്ടതുണ്ട്. ഇങ്ങനെയാണോ പെരുമാറുന്നത്? എം മണിയുടെ പ്രസ്താവന നമ്മൾ കേട്ടു, എന്തൊരു വിചിത്രമായ പ്രസ്താവനയായിരുന്നു അത്. ഇപ്പോൾ രണ്ടാമത് രാജീവ് പറഞ്ഞു, എന്താണ് ഇവർക്ക് സംഭവിച്ചത്? ഈ പരാജയം ഇവർക്ക് എന്ത് സംഭവിച്ചു? ഇവർക്ക് എന്ത് മാനസികാവസ്ഥയിൽ ഇവർ എത്തിച്ചേർന്നത്? ഇവർക്ക് എന്ത് മാനസിക വിഭ്രാന്തി സംഭവിച്ചോ? ഇത് ആരെങ്കിലും വരെ ഒരു തരത്തിൽ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. കാരണം എം മണിയുടെ പ്രസ്താവന നമുക്കറിയാം, എന്തൊരു നീചമായ പ്രസ്താവന നടത്തി, എന്തൊരു അധമമായ പ്രസ്താവന നടത്തിയത് ഇവിടെ സാധാരണ മനുഷ്യരെ കുറിച്ചിട്ട്. അതിനുശേഷം രാജീവ് അബ്രഹാമിൻ്റെ ഈ ഒരു മതവിദ്വേഷം വരുന്ന പാരഡി ഗാനത്തെക്കുറിച്ച്. ഈ ഇലക്ഷൻ്റെ പരാജയം വരെ എവിടെ കൊണ്ടെത്തിച്ചു? ഇവർ പരാജയം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇവർക്ക്. അത് അത്ഭുതം തന്നെ തോന്നുന്നു. എന്തായാലും കേരളത്തിലെ അവകാശപ്പെടുന്ന നവോത്ഥാന പാരമ്പര്യം, അതിൻ്റെ തുടർച്ചയായിട്ടുള്ള അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനൊക്കെ വേണ്ടി വളരെ ദീർഘമായിട്ടുള്ള സമരങ്ങൾ നടന്ന ഒരു സ്ഥലമാണ് കേരളം. അതിൽ ഒരു പക്ഷത്ത് ഇടതുപക്ഷമാണ് മിക്കവാറും ഉണ്ടായിരുന്നത്, നേരത്തെ സംസാരിച്ചു കഴിഞ്ഞ കാര്യമാണ്. പക്ഷേ വിചിത്രമായ സ്ഥിതി ഇപ്പോൾ മതസ്പർദ്ധ വളർത്തുന്നു, അതുപോലെ തന്നെ വിശ്വാസത്തെ വികാരം വ്രണപ്പെടുത്തുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ന് ഒരു പാരഡി ഗാനത്തിനെതിരെ, തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്ന ഒരു പാരഡി ഗാനത്തിനെതിരെ നേരിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഇടതുപക്ഷ പാർട്ടിയാണ്. CPMൻ്റെ ജില്ലാ സെക്രട്ടറി നേരിട്ട് തന്നെയാണ്. അതിനെതിരെ കേസെടുക്കാൻ തയ്യാറാകുന്നത് ഒരു ഇടതുപക്ഷം ഭരിക്കുന്ന സർക്കാരാണ് എന്നുള്ളത് കേരളം വളരെ ഗൗരവമായി തന്നെ കാണേണ്ട ഒരു വിഷയമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും കലാകാരന്മാരുടെ സ്വാതന്ത്ര്യത്തിനുമൊക്കെ വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ വളരെ ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കാം.